ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മോണോമാർക്ക്. സ്വയം ബ്രോ, എങ്ങനെയുണ്ട് നമ്മുടെ ചെക്കൻ? ഉഷാറാണ്, റെഡിയായി വരുന്നു. കുറച്ച് മാറ്റങ്ങളുണ്ട് 2 ദിവസത്തില്. ഇപ്പോൾ നമ്മൾ ഹാർനസ് ഇടാൻ പോവാണ്. ഹാർനസ് ഇടുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായിട്ടാണ് ഇടുന്നത്. സ്പൈഡർ ചെക്കന് പ്രശ്നമൊന്നുമില്ല അല്ലേ? ചെക്കൻ സെറ്റായി. അതിന് ഡിസിപ്ലിൻ കുറച്ച് ആയിട്ടുണ്ട്. 2 ദിവസം കൊണ്ട് കുറച്ച് മാറ്റങ്ങളുണ്ട്. ഉഷാറാണ്. ഓക്കെ, ഫ്രീ. അപ്പം നമ്മൾ മെല്ലെ സ്പൈഡറിനെ കൊണ്ട് വാക്കിന് ഇറങ്ങുകയാണ്. അപ്പോൾ വൈശാഖ് ബ്രോ ഉണ്ട്, സാവിൻ ബ്രോ ഉണ്ട്. സ്പൈഡർ നല്ല എക്സൈറ്റഡ് ആണ്. അവന് തുള്ളിച്ചാടി ഓടുന്നുണ്ട്. നമ്മൾ മെയിൻ റോഡ് ജംഗ്ഷനിലേക്കാണ് നമ്മൾ അവനെ ഇന്ന് കൊണ്ടുപോകാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം റോഡിലേക്ക് എത്തി. അപ്പോൾ ഓഫ് ലീഷിൽ തന്നെ നമ്മളവനെ കൊണ്ടുപോകണം. അപ്പോൾ എന്താ അവൻ്റെ ബിഹേവിയർ ചേഞ്ചസ് എന്നും എങ്ങനെ അവൻ ഒബീഡിയൻ്റ് ആയെന്നും നമ്മുടെ കമാൻഡ്സിന് എത്രത്തോളം അവൻ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത് നമുക്കിപ്പോൾ കണ്ടറിയാം. നിങ്ങൾക്ക് തന്നെ വീഡിയോയിൽ കാണാൻ എത്ര അടിപൊളിയായിട്ടാണ് അവൻ ആ റോഡ് ക്രോസ് ചെയ്തതെന്ന്. അതും ലീഷ് ഇല്ലാതെയാണ് അവൻ അത്രയും ഡിസ്ട്രാക്ഷൻ്റെ ഇടയിൽ ഇത്ര വണ്ടികൾ, ഇത്ര ആൾക്കാർ എല്ലാം അവനൊരു ഡിസ്ട്രാക്ഷനാണ്, വലിയ ഡിസ്ട്രാക്ഷനാണ്. എന്നിട്ടും അവൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ വൈശാഖേട്ടൻ കൊടുക്കുന്ന കമാൻഡ്സിൽ കൂടെ മാത്രം അതിനെ മാത്രം ശ്രദ്ധിച്ച് അവൻ അത്ര ഒബീഡിയൻ്റ് ആയിട്ട് അവൻ ആ റോഡ് ക്രോസ് ചെയ്തു ഇത്രയും ഡിസ്ട്രാക്ഷൻ്റെ ഇടയിൽ. അത് സ്പൈഡറിൻ്റെ ട്രെയിനിങ്ങിൻ്റെ കാര്യത്തിൽ വലിയൊരു അച്ചീവ്മെൻറ്റ് തന്നെയാണ്. നമുക്ക് ഈ വീഡിയോയിൽ അവൻ്റെ ആ റെസ്പോൺസും അവൻ എങ്ങനെ നമ്മുടെ കമാൻഡ്സ് എടുക്കുന്നു എന്നതിൽ കൂടെ നമുക്ക് കാണാൻ പറ്റുന്നത്. എന്നോട് നല്ല സംസാരിച്ചു. സ്പൈഡറും നമ്മുടെ വൈശാഖേട്ടനും അപ്പുറത്തുണ്ട്. അതിങ്ങനെ സോഷ്യലൈസേഷനൊക്കെ ഇങ്ങനെ ട്രെയിൻ ചെയ്ത് വരികയാണ്. ഇപ്പം നമ്മൾ പബ്ലിക്കിൽ ഇതാണ്ടില്ല, നിങ്ങൾക്ക് തന്നെ കാണാം. റോഡൊക്കെ ക്രോസ് ചെയ്ത് എത്ര ഒബീഡിയൻ്റ് ആയിട്ടാണ് ചെക്കൻ ക്രോസ് ചെയ്ത് വരുന്നത് നമുക്ക് കാണാം. അപ്പോൾ അത് നമ്മൾ ഓട്ടോ വിളിച്ചിട്ടുണ്ട്. നമ്മളവനെ എന്താ പറയുക, ഡോക്ടറിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ്. അതിൻ്റെ ചെറിയ മൂക്കിലേക്ക് ചെറിയൊരു മുറിവുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് ഡോക്ടറിനെ കാണിക്കണം. അങ്ങനെ സ്പൈഡർ ഇതാ യാത്ര പോവുകയാണ്. സ്പൈഡറായിട്ട് ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ബാക്കി അപ്ഡേറ്റ് അവിടെ എത്തിയിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യും. അങ്ങനെ നമ്മൾ സ്പൈഡറിനെ കൊണ്ട് നമ്മുടെ ഷിഹാബുദ്ദീൻ ഡോക്ടറിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ കാണുന്നതാണ് ഷിഹാബുദ്ദീൻ ഡോക്ടറിൻ്റെ ക്ലിനിക്ക്. അപ്പോൾ ഓൾറെഡി ആളൊരു ഡോഗിനെ കൺസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് സ്പൈഡറിനെ കൊണ്ടൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, എന്താവില്ല ഇവിടെ ഇതാണ് ചെക്കൻ്റെ എൻ്റെ മൂക്കിലെ മുറിവ്. ഇത് കാണിക്കാനാണ് നമ്മൾ ഡോക്ടറിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത്.
അപ്പോൾ അങ്ങനെ നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ നോക്കുന്നുണ്ട്. അപ്പം എന്താണ് അവൻ്റെ പ്രശ്നമെന്നും എന്താ നമുക്ക് ചെയ്യാൻ പറ്റുകയെന്നൊന്നും നമുക്ക് ഡോക്ടറോട് തന്നെ ചോദിക്കാം. കുറച്ചൊരു വീക്കാണ്. ആ ഗേറ്റിൽ ആ ജോയിന്റിന്റെ ചെറിയൊരു അവിടെ നല്ല ഗ്രിപ്പുള്ള ഫ്ലോർ കൊടുക്കണം. ഫ്ലോർ വേണം. പിന്നെ വീട്ടിൽ കൂടുകയും ചെയ്യാം. കാരണം ഇവര് സാറിന് മനസ്സിലായോ ഇത് നമ്മുടെ അലൻഡിയാണ് നമ്മുടെ ഇവിടെ അടുത്തില്ലേ മറ്റേ ഇൻസ്റ്റിറ്റ്യൂട്ടില്ലേ. ടച്ച് ചെയ്ത് നോക്കുന്നുണ്ട്. കണ്ടില്ലാന്ന് നോക്കാം. എപ്പോഴാണ് കണ്ട മുറിവ്? ഇന്നലെയാണ് കണ്ടത്. ഇന്നലെ പിടിച്ചിട്ടുണ്ടായിരുന്നു ഡോക്ടറെ. ഇപ്പോൾ സ്പൈഡറിൻ്റെ മുറിവൊക്കെ കാണിച്ചിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ചെക്കനെ ഒന്ന് ചെക്ക് ചെയ്യട്ടെ, നമുക്ക് എന്താ ഡോക്ടർ സാർ പറയണമെന്ന് നോക്കാം. ഇല്ല, 0 ആയിട്ട് എടുത്തിട്ട് ഒരു 5 ഡേയ്സിൽ ഫുൾ ട്രെയിൻഡ് ആയിരിക്കും. അതെ, ചോദിച്ചിട്ടില്ല. കൂടുതലായിട്ടൊന്നും ടൈമും ഒക്കെയാണ് ഇവിടെ കണ്ടിട്ട് ചില സ്പോട്ടിൽ പ്രസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ പെയിനുള്ള നമുക്കറിയില്ല. ചിലപ്പോൾ നല്ല പെയിൻ അതാണ് നമ്മൾക്ക് ഇതിൻ്റെ ക്വാളിറ്റി. അതാണ് മോണോമാർക്ക്. ടെൻഡർനെസ് ഉണ്ട്, കാരണം ഒരു പിടുത്തുണ്ട്. പക്ഷെ കൂടുതൽ പെയിനല്ല, പക്ഷേ ഒരു ഗ്യാസ്ട്രൈറ്റിസ് ഉള്ളതിൻ്റെ ചെറിയത് അതൊന്ന് വേറെ ഗുളികയും അതിനുള്ള നല്ല പ്രസവ ഗുളി ആ ടൈപ്പ് ഗുളികളും കൊടുത്തിട്ടുണ്ട്. ഇന്നലെ രാത്രി ഭക്ഷണം കഴിച്ചു. ഇതുകൊണ്ടാവും വോമിറ്റിംഗ് ഉണ്ടായിരുന്നു. അല്ലെ പുല്ല് കടിച്ച ഗ്യാസ്ട്രൈറ്റിസ് കാണാതെ എന്താ ഡോക്ടർ പറഞ്ഞെന്താ? സ്ഥലത്ത് പറഞ്ഞ കേട്ടില്ല, വലിയ ഇഷ്യൂകളൊന്നുമില്ല, ശരിയായിട്ടുള്ളതൊന്നും. ഇപ്പോൾ ഫുള്ളായിട്ട് ഒരു ചെക്കപ്പ് ചെയ്യുന്ന കേസാണ്. വളരെ നല്ല രീതിയിൽ നമുക്കൊന്ന് നോക്കി നോക്കണം.
ഇനി ബാക്കിലേക്ക് വിടുന്ന സമയത്ത് എന്തെങ്കിലും കണക്ക് ഇറിറ്റേഷൻ നോക്കാം. എല്ലാത്തിനും നമ്മൾ ഈ നെസ് എന്നുള്ളൊരു കണ്ണല്ല. ഈ സമയത്ത് ട്രീറ്റ് ചെയ്യില്ലേ ഫ്രസ്ട്രേഷൻ. കുറച്ചധികം ഉണ്ട്, പക്ഷെ അത് ഇതുകൊണ്ടാണ് വീക്ക് സ്ട്രെസ് കൊണ്ടാണ്. ഇതിന്റെ ഡോഗിനെ ഇറക്കുന്നതിന് മുമ്പേ കൂടുതലുള്ള ഇതുകൊണ്ടാണ് ആ പാൻറ്റിങ് കണ്ടറിയാം. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടേക്ക് വരുന്നതിന് മുമ്പ് കുറച്ചേരം ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ടൊക്കെ വന്നു ഹോട്ടലിലേക്ക്. അപ്പോൾ അതിനാണ് ഇത്തിരി ടെമ്പറേച്ചർ കൂടുതലെന്നാണ് പറയുന്നത്. ഇടിച്ച പോലെയാണ് ഗ്രില്ലിൻ്റെ കൂടെയാണ്. വേറെ നായകളെ നല്ല പഴുപ്പുണ്ട് അവിടെ, നല്ല പഴുപ്പ് ചെറുതായിട്ടല്ല, ഈ ലെൻസിൽ കൂടെ നോക്കും. ഇത്തിരി സ്വെല്ലിങ് ലെൻസ് കാണുന്നുണ്ട്. വേറെ ഡോഗിനെ കടി കിട്ടിയാലല്ലോ അത് നോക്കണം. യെസ്, എത്ര കിട്ടുന്നതായിരിക്കും ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കും. നേരെ ചെറുതായിട്ടൊന്നും പറ്റാണെങ്കിൽ ഇഞ്ചക്ഷനും ചെയ്യണം. ഗുളികയൊക്കെ ചെന്ന് അതിൻ്റെ അത് കൊടുക്കുക. അലക്സാണ്ടർ പാർക്കിൻസൺ ആദ്യം സ്റ്റാർട്ട് ചെയ്ത് 90-ൽ അവർക്കൊരു നല്ല ഡോഗുണ്ടാവും, ലാബ്, ബ്ലാക്ക് ലാബ്. അത് ഈ മെറ്റൽ കഴിച്ചിട്ട്, അരഞ്ച് മെറ്റൽ കഴിച്ചിട്ട് കുടൽ ബ്ലോക്കായി. അത് ഞാൻ കോഴിക്കോട് സ്റ്റാർട്ട് ചെയ്ത സമയം 90-ൽ. എന്നിട്ട് ആ ബേബിയിൽ കൊണ്ടുപോയിട്ട് അവിടുന്ന് എക്സ്റേ എടുത്തു നോക്കുമ്പോൾ ഈ കുടലിൽ 3 അരഞ്ച് മെറ്റലാണ് ബ്ലോക്കായി നിൽക്കുന്നത്. എന്നിട്ട് അവിടെ നിന്ന് കുറേ മരുന്ന് എടുത്തു. അവസാനം ഞങ്ങൾ കോഴിക്കോട് ഹോസ്പിറ്റലിൽ വെച്ച് ഓപ്പറേറ്റ് ചെയ്ത് കുടലിൽ തുറന്ന് കണ്ടെടുത്ത് മാഡം ഞാനിതാ മാഡായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അന്ന് നമ്മുടെ ഇവിടെ സ്കാനിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല. സ്കാനിങ് പക്ഷെ കോഴിക്കോട് ആദ്യം സ്റ്റാർട്ട് ചെയ്തു 2002-ൽ 2001-2 കോഴിക്കോട് ഹോസ്പിറ്റലിൽ ആദ്യം സ്കാനർ വാങ്ങിച്ചപ്പോൾ അന്ന് US വേറെ അവിടെ, കോഴിക്കോട് കേരളത്തിൽ വേറെ എവിടെയില്ല. ഞാൻ തന്നെ എൻഡോസ്കോപ്പ് അവിടെ തന്നെ ഈ ഗവൺമെൻറ്റിൻ്റെ അതിൻ്റെ കോഴിക്കോടും പിന്നെ എറണാകുളവും തിരുവനന്തപുരം DVCയിലാണ് ആദ്യം എൻഡോസ്കോപ്പും ലാപ്രോസ്കോപ്പും ഇതിനുള്ള എത്തി. പക്ഷെ അതിനധികം യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം നല്ല മെയിൻ്റനൻസ് ആവശ്യമാണ്. ചവിടല്ലേ ഓക്കെ. ഇത് പറഞ്ഞ 93 അറിയില്ലേ? അവനെ ഓപ്പറേറ്റ് ചെയ്തത് ഇവിടെയാണോ? ഇത് ഫിക്സ് ഇടയ്ക്കിടയ്ക്ക് വരുന്ന പോലത്തെ പ്രോബ്ലമാണ്. 4 ഇയർ ആയിട്ടുള്ള ഫിക്സ് അതൊക്കെ ഇതാവും. ഡോക്ടറിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് ടാബ്ലറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഫിക്സ് പോലെ വരും. ഇവന്റെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് എക്സാമിനർ അവര് വരാറുണ്ട്. അലൻ്റെ അടുത്ത് ഞാൻ പറയുകയും ചെയ്തു, ഈ ഡോക്ടറെ ഞാൻ അറിയുന്നതാണ്, വർക്കിംഗ് ചെയ്തു.
ചെയർ ജസ്റ്റ് ഇടത്തോട്ട് അങ്ങോട്ട് ലെഫ്റ്റിലോട്ട് അങ്ങോട്ട് പോയിട്ടുള്ള അതെ അതെ. അപ്പോൾ നമ്മൾ എന്തിനുള്ള ഇഞ്ചക്ഷനാണ് കൊടുക്കണം? ആ മുറിവ് ഉണങ്ങാനും അവിടെ വീക്കത്തിനും പിന്നെ അതിന് കൂടെ ഇതിന് ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടെന്ന് വയറിന് ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടല്ലോ അതിൻ്റെ ഗ്യാസ്ട്രിക് ഗൈഡ് ചെയ്യാനാണ് ഗൈഡ് വേണം. അങ്ങനെ ഗൈഡ് ചെയ്ത ഞാനാണ് മാഡത്തിൻ്റെ PG ഫസ്റ്റ് സ്റ്റുഡൻറ്റ്. മാഡത്തിന്റെ പേര് നമ്മളിപ്പോ ഡൽഹിയാണ്. മാഡത്തിൻ്റെ റിട്ടയർമെൻറ്റ് ഭയങ്കര ഫേമസ്. പഞ്ചാബില് ഡൽഹി അവരൊക്കെ നമ്മുടെ കേരള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച എല്ലാവരും നടക്കുന്നു. ഒരുപാട് മണ്ണുത്തിയില് വാല്യൂ നമുക്കറിയാണല്ലോ. കുറച്ച് ആൾക്ക് അറിയാം. മണ്ണുത്തി വെറ്റിനറി യൂണിവേഴ്സിറ്റി അക്കാഡമിക്കൽ ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് കോളേജാണ്. ഇതിന്റെ പേരെന്തായിരുന്നു? ഏജ് 1.5. ആന്റിബയോട്ടിക് ഉണ്ട് മുറിവ് ഉണങ്ങാനുണ്ട്. അത് അവർ ക്യാപ്സ്യൂൾ ടാബ്ലറ്റ് അവർ ഭക്ഷണത്തിന് ശേഷം രാവിലെയും വൈകിട്ടും കൊടുക്കുക. പിന്നെ വയറിന് അത് കൊടുക്കുമ്പോൾ വയറിന് പ്രശ്നമില്ലാതിരിക്കാൻ വേണ്ടി വയറിൻ്റെ പ്രസവമുണ്ട്. ആ ഗുളിക ഒരു ഗുളിക രാവിലെ കൊടുക്കുക ഭക്ഷണത്തിന് മുമ്പ് ഗ്യാസ്. പിന്നെ ബെറ്റാഡിൻ പോയിഡോണാഡിൻ ലോഷൻ വെച്ചിട്ട് ആദ്യം മുറിവ് തുടയ്ക്കുക രാവിലെ വൈകിട്ട് തുടച്ചതിന് ശേഷം ഈ മ്യൂക്രോസിന് ആൻറ്റിബയോട്ടിക് ഓയിൻമെൻ്റ് ഉണ്ട്. അത് വളരെ നേരിയതിൽ പുരട്ടി കൊടുക്കുക. 2 നേരം പുരട്ടി കൊടുക്കുക. പിന്നെ ഈ മുറിവ് കുറച്ച് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി ഫാസ്റ്റാകാൻ വേണ്ടി ബി കോംപ്ലക്സ് സിറപ്പ് ഉണ്ട്, അതും കൊടുക്കുക. ഇതാണ് ഇപ്പം മിനിമം ഇത് കൊടുക്കേണ്ടത്. കൈ ഇങ്ങനെ കുറച്ച് ക്ലോസ് വെച്ചിട്ട് അല്ല ശരിയാണ്. പക്ഷെ അവർ പറഞ്ഞിട്ട് നമ്മൾ ഇതല്ല നമ്മളെ അത് ജമ്പ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഒരു കയ്യിൽ വാങ്ങിച്ച് കയ്യോട്ട് നമ്മൾ അവരടുത്തേക്ക് തന്നെ അലനടുത്തേക്ക് തന്നെ കൊണ്ടുപോകും. ഇവിടെ വന്ന് കൈ വാങ്ങിച്ച് കഴിഞ്ഞാൽ ഒപ്പം ഞാനുണ്ടല്ലോ. പക്ഷെ ഞാനത് ഒബ്സർവേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവിച്ചു. പക്ഷെ നമ്മൾ ചില അനുഭവിക്കുമ്പോൾ ചില സമയത്ത് നമ്മളിങ്ങനെ കിട്ടില്ല ചില ഡോഗ്സ്. അതാണ് നമ്മുടെ ആ കോൺഫിഡൻസ് നമ്മുടെ ഉള്ളിൽ ഇവിടെ പല സീൻ കാണുന്നത് നമ്മുടെ കേരളത്തില് ആൾക്കാർക്ക് നല്ലൊരു അവയർനെസ് ട്രെയിനിങ് സത്യം. അതുകൊണ്ടല്ല ഞാനിപ്പോ മുംബൈ ഡൽഹിയിലൊക്കെ വർക്ക് ചെയ്തു. ഇവിടെ മറ്റേ ഐ ഹോസ്പിറ്റലിൽ ഉള്ള ശ്രീകാന്ത് ഡോക്ടറാണ് നമ്മളെ തലയ്ക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യുന്നത്. അത് അവനും ഞാനങ്ങ് ട്രെയിൻ ചെയ്തത്. അവനും ഓഫ് ലീഷിൽ ഇങ്ങനെ നടന്നു. പക്ഷെ ഇങ്ങനെ ഓഫ് ലീഷിലൊക്കെ നമ്മുടെ ഇവിടെ കൊണ്ട് നടക്കുമ്പോൾ പലർക്കും ഒരു അതിശയാണ്. അത് ഈ ട്രെയിനിങ് മെത്തേഡ് നമുക്ക് കേരളത്തിൽ നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാർ നമ്മുടെ ശ്രമമുണ്ട്. അങ്ങനെ നമ്മൾ സ്പൈഡറിനെ ഡോക്ടറിനെ കാണിച്ചു കഴിഞ്ഞു. നമുക്ക് നേരെ സ്കൂട്ടറിൻ്റെ അടുത്തേക്ക് പോവാം. എന്നിട്ട് അവനെ പിക്ക് ചെയ്ത് നമ്മുടെ വീട്ടിലേക്ക് പോവാം. ഓക്കെ, നമ്മൾ സ്കൂട്ടറിനെ എടുക്കാൻ വന്നിട്ടുണ്ട്. സ്പൈഡറായിട്ട് വന്നിരിക്കുകയാണ്. നമുക്ക് പോയിട്ട് എടുക്കാം. വാ. അല്ല അത് അങ്ങോട്ട് തള്ളിയാൽ മതി. ആ മമ്മി ഞാൻ പോയി. ആ മാറ്റണം, മാറ്റിക്കാൻ ആവശ്യം. ഓക്കെ കൂട്ടറ ആരാ വന്ന് നോക്ക്. ആ മറ്റേ ബെൽറ്റ് ഇട്ടാൽ അങ്ങനെ എടുത്താൽ മതി. വേണം അല്ല, ഇവന് ബെൽറ്റ് ഇടാൻ വലിയ പ്രശ്നമല്ല. ഐഷ്
അവന്താ കൂട്ടി കയറും. ഇതിന്റെ വെയിറ്റ് ഇപ്പോൾ 30 ആണ്. അതാണ് ഐഡിയൽ വെയിറ്റ്. അതിന് കൂടണ്ടെന്ന് പറഞ്ഞു. സ്കൂട്ടറിന് പോകാനുള്ള സമയമായി. ഇതാണ് നമ്മുടെ സ്കൂട്ടറാണ്. നമ്മുടെ ആൾ സ്പൈഡറിനെയും കൊണ്ടു. വിഷമാണോ? അപ്പോൾ ബൈ ബൈ. ഇവിടെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. നമ്മൾ സ്കൂട്ടറിനെ എടുത്തു. സ്കൂട്ടറായിട്ട് പോവാണ്, നമ്മുടെ വീട്ടിലേക്ക് പോവാണ്. ഫ്രണ്ടിൽ വൈശായിട്ട് എന്താ സ്പൈഡറിനെയും കൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ സ്പൈഡറിനെയും സ്കൂട്ടറിനെയും നമ്മൾ ഇടയ്ക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. 2 ആളെ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി ട്രെയിനിങ് വീഡിയോസ് നമുക്ക് അടുത്ത പാർട്ടിൽ കാണാം, ഇവരുടെ അപ്ഡേറ്റ്സും കാര്യങ്ങളും. ഓക്കെ, അപ്പോൾ ബൈ.